കാരണം പല തിരക്ക് എനിക്ക് പറ്റാറില്ല, സത്യമാണ്. പക്ഷെ ഞാൻ എല്ലാ ദിവസവും ബൈഹാർട്ടാണ്. അത് നാരായണീയത്തിലെ രാമോപാഖ്യാനം 2 ദശകങ്ങളായിട്ട് 34, 35 ദശകങ്ങളിലാണ് പറയണത്. അതിൽ അവസാനത്തത് 35ാമത്തെ അവസാന ദശകത്തിൽ മേപ്പത്തൊരു ഭട്ടതിരിപ്പാട് ഒരു കാര്യം പറയും, ഭട്ടപാദൻ ഒരു കാര്യം പറയുന്നുണ്ട്. സ്വയം മർത്യാവതാര തവകലു നിയതം മർത്യശിക്ഷാർത്ഥമേവം വിശ്ലേഷാർത്ഥനിരാഗസ്ത്യഭിഭവേൽ കാമധർമാതിസക്യ നോചേൽ സ്വാത്മാനുഭൂതേ കൊനു തവ മനസ്സോ വിക്രിയാ ചക്രപാടേ സത്വം സത്വൈകമൂർത്തേ പവനപുരപതേ വ്യാധുനു വ്യാധിധാമ. അദ്ദേഹം പറയാണ്, ഈ ധർമ്മം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ, ധർമ്മത്തിലെങ്ങനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ, ധർമ്മം കൊണ്ട് ധർമ്മകാമങ്ങളിൽ വല്ലാതെ നമ്മൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? പല നഷ്ടങ്ങളിത് സംഭവിക്കും. എന്താ കാരണം? വിയോഗം, എല്ലാം വിരഹം, എല്ലാവരെയും ത്യജിക്കേണ്ടി വരിക. അതുകൊണ്ട് ഒരു മർത്യന് മനുഷ്യനായാൽ ഇതൊക്കെ ഉണ്ടാവും എന്ന സ്വന്തം അവതാരം കൊണ്ട് കാണിച്ചു. സ്വയം മർത്യാവതാരം. അദ്ദേഹം മനുഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുക, അമിതമായാൽ അമിതം വിഷമാണ് എന്നുള്ള ആ സത്യം സൂചിപ്പിക്കാനാണോ എന്ന് തോന്നും എന്നാണ് കവി പറയുന്നത്. കാരണം അത്യധികം നിഷ്ഠ കാരണം എന്താ ഈ ശ്രീരാമസ്വാമിക്ക് എന്നാലും ധർമ്മത്തിൽ അനുഷ്ഠിച്ചില്ല, ധർമ്മം മാത്രം ഇതാക്കിയിരുന്ന ശ്രീരാമസ്വാമിക്ക് എന്താ ഉണ്ടായി? അവസാനം രാമായണത്തിൽ ഇത്ര വലിയ ധർമ്മിഷ്ഠനായിട്ട് അദ്ദേഹത്തിൻ്റെ കഥ ദുരന്ത പര്യവസായിയായി. അതേപോലെ തന്നെയാണ് മഹാഭാരതത്തിൽ അർത്ഥകാമങ്ങൾക്ക് വേണ്ടി ധർമ്മം അനുഷ്ഠിച്ച അവരുടെയും എല്ലാം ദുരന്തം. അപ്പോൾ പിന്നെ എന്തിനാ ഇങ്ങനെ ധർമ്മം അനുഷ്ഠിക്കണം എന്ന് ചോദിച്ചാൽ, ചില ധർമ്മങ്ങൾക്ക് നമ്മൾ ജീവിതത്തിൽ വിയോഗം അത് അങ്ങനെ വല്ലാതെ ആയാൽ സ്വന്തം ജനങ്ങളെയൊക്കെ അവസാനം ഈ സത്യനിഷ്ഠ കൊണ്ട് സൗമിത്രയെ വരെ അവസാനം ഉപേക്ഷിക്കേണ്ടി വന്നു. സൗമിത്രയുടെ പിന്നാലെയാണ് അദ്ദേഹം ചാടിയത് സരയൂ നദിയിൽ. അപ്പം എന്തായി? വിരഹ ദുഃഖം ഉണ്ടാവും വല്ലാതെ. ഇത് അല്ലെങ്കിൽ ഗുരുവായൂരപ്പ അങ്ങ് എങ്ങനെയാണ്? അങ്ങ് ബ്രഹ്മാനന്ദ സ്വരൂപിയാണ്. അങ്ങക്ക് എവിടെയാ? എന്തിനാ അങ്ങയുടെ മനസ്സിൽ എന്തിനാ ഇതുപോലെ ഒന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ. അത് മനുഷ്യന്മാരാവുമ്പോൾ മനുഷ്യർക്ക് കൊടുക്കുന്ന പാഠമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ രാമായണം, ഈ കർക്കിടക മാസത്തിലെ രാമായണ മാസം നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ ഇവിടെ രാമായണത്തിലെ സുമിത്രയെ പറ്റിയിട്ട് ഈ സുമിത്രയെ കവി ആലോചിച്ച് നോക്കൂ. ഇത്രയും പേരുണ്ടെങ്കിലും സുമിത്രയെ തന്നെയാണ് വാൽമീകി മഹർഷി ഇത്രയും മനോഹരമായ ശ്ലോകങ്ങൾ പറയാൻ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ആ സുമിത്രയോട് ആദികവിക്ക് ഉള്ള ആദരവും ബഹുമാനവും എന്തൊക്കെയാ പറയണ, അത് മുഴുവനും സൂചിപ്പിക്കാനാണ് അവിടെ അത് ഏറ്റവും വലിയ ചാലകശക്തിയായിട്ട് സുമിത്ര അവിടെ പെരുമാറുന്നത്. നമുക്ക് സുമിത്ര കഴിഞ്ഞാൽ നമുക്ക് വരുന്ന പിന്നൊരാൾ ജാംബവാനാണ്. ഈ ജാംബവാൻ എന്ന് പറയും, ഞാൻ ഓരോ ഭാഗത്തുനിന്ന് എടുത്തു എന്ന് മാത്രം. കിഷ്കിന്ധയിലെ ജാംബവാനെ നമുക്ക് എടുത്തു നോക്കാം. ജാംബവാൻ എങ്ങനെയാണ്? ജാംബവാൻ കൃതയുഗത്തിലുണ്ടായ ആളാണ്. കൃതയുഗത്തിൽ ബ്രഹ്മാവ് കോട്ടുവായിട്ടപ്പോഴാണത്രേ ജാംബവാന്റെ ജനനം. അപ്പം ജാംബവാൻ ഇല്ലായിരുന്നു എങ്കിൽ ആ രാമായണത്തിലെ വലുതായ പ്രേരക ശക്തിയാണ് ജാംബവാൻ. കാരണം ഇവരൊക്കെ പരിഭ്രമിച്ച് നിൽക്കുമ്പോൾ 4 ഭാഗത്തേക്കും വാനരന്മാരെ അയക്കുകയാണ്. വടക്കോട്ട് കുറച്ച് പേരെ അയച്ചു, കിഴക്കോട്ട് കുറച്ച് പേരെ, പടിഞ്ഞാട്ടേക്ക് തെക്കോട്ടേക്ക് കുറേ പേരെ അയച്ചു. തെക്കോട്ട് പോയ ആൾക്കാർ അതിലാണ് ജാംബവാൻ സുഗ്രീവൻ്റെ അഡ്വൈസറാണ്. ആ ഏറ്റവും പ്രായമായ ആളാണ്. ചിലർ പറയേണ്ട ഋക്ഷരാജാവാണെന്ന്, വാനര ശ്രേഷ്ഠനാണെന്ന് പറയേണ്ട. എന്നാ ആയിക്കോട്ടെ, ജാംബവാൻ വളരെ ശ്രേഷ്ഠനാണ്. പക്ഷേ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ ഈ രാമായണീയ വാക്യത്തിൽ എവിടെയും ഈ ജാംബവാന്റെ പേര് കാണാനില്ല. അത് എന്താ കാരണം? ജാംബവാന്റെ പേര് കാണാത്തത് നമുക്ക് അത്ഭുതം തോന്നും. എന്താ കാണാത്തതെന്ന്? കാരണം
ഈ ജാമ്പവാനാണ് ഈ ത്രേതായുഗത്തിൽ ഈ എല്ലാവരും വിഷമിച്ചിരിക്കുമ്പോൾ ഈ വലിയ 100 യോജനയുള്ള സമുദ്രം എങ്ങനെ ചാടിക്കിടക്കും, നമുക്കാർക്കും പറ്റില്ലല്ലോ, എല്ലാവരും ഇങ്ങനെ വിഷണ്ണരായിരിക്കുമ്പോൾ അവിടെ ഏറ്റവും കാരണം ഈ ഹനുമാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വളരെ വായുപുത്രനാണ്, വളരെ ശ്രേഷ്ഠനാണ്, പക്ഷെ ഭയങ്കര വികൃതിയായിരുന്നു ചെറിയ കുട്ടിയിൽ. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ അനുഗ്രഹങ്ങളും, ദേവന്മാരെ മുഴുവൻ ധാരാളം അനുഗ്രഹങ്ങൾ, അഗ്നി പറഞ്ഞു, അഗ്നി കൊണ്ട് യാതൊന്നും ഇതാവില്ല, എല്ലാ ആയുധങ്ങളും ഒക്കെ എല്ലാവരും നൽകി, എല്ലാവരും ഒരു ദോഷം വരില്ല. പക്ഷെ ഇതൊക്കെ അറിഞ്ഞപ്പോൾ ഇതൊക്കെ അപ്പോൾ ശക്തിയായി തീർന്നു. ഈ ശക്തി കൊണ്ട് മത്തനായിപ്പോയി ഈ ഹനുമാൻ. ആഞ്ജനേയൻ അങ്ങനെ ചെറുപ്പമാണല്ലോ, അപ്പം അദ്ദേഹത്തിന് ഒരു മൂഢത വന്നു. ഈ മഹർഷിമാർ ഈ മത്ത ജാസ്തിയായപ്പോൾ മഹർഷിമാരുടെ ആശ്രമങ്ങളിൽ ചെന്നൊക്കെ ഉപദേശിക്കാൻ തുടങ്ങി, അവരുടെ ഫലമൂലാദികളെടുത്ത് ഭക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ അവരെയൊക്കെ അങ്ങനെ ദ്രോഹിച്ചപ്പോൾ അവർ അദ്ദേഹത്തിനെ ശപിക്കുകയാണ്. കാരണം നിന്റെ ശക്തിയൊക്കെ നീ ഓർക്കാതെ പോട്ടെ. അപ്പോൾ പലരും മഹർഷിമാരോട് ചെന്ന് പറഞ്ഞു, അയ്യോ അങ്ങനെ പറയല്ലേ, രാമാവതാര കാലത്ത് ശ്രീരാമസ്വാമിക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ് ആഞ്ജനേയൻ. അപ്പോൾ ആഞ്ജനേയനെ ഇങ്ങനെ ശപിക്കരുത് നിങ്ങൾ. അവ പറയും, ശരി ഓർമ്മയുണ്ടാവാണ്ട പോട്ടെ എന്ന് ശപിച്ചത് മാറ്റാൻ പറ്റില്ല, പക്ഷേ അങ്ങനെ ഓർമ്മിപ്പിച്ചാൽ അതൊക്കെ നന്നായിട്ട് ഓർമ്മ വരും. നിങ്ങൾക്ക് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശക്തികൾ മുഴുവനും പ്രകടാക്കാൻ പറ്റും. അങ്ങനെ ആ ജാമ്പവാനാണ് ഈ സമുദ്ര തീരത്ത് വെച്ച് വിഷണ്ണരായിരിക്കുന്ന വാനരന്മാർ. ഒരാൾ പറയുന്നത് ഞാൻ അത്രയും ചാടാം, ഒരാൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും 100 യോജന ചാടി അവിടെ സീതാദേവി അവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് ആരാ? സമ്പാദിയാണ്. ജടായുധൻ്റെ ഇതൊക്കെ ഏറ്റവും വലിയ വലിയ ആൾക്കാരാണ് ഇവരൊക്കെ. ജടായുധൻ്റെ ആത്മത്യാഗമാണ് ജടായു. ഈ ശ്രീരാമസ്വാമിക്ക് വേണ്ടി, ശ്രീരാമപത്നിക്ക് വേണ്ടി ആത്മത്യാഗം ചെയ്തവനാണ് ജടായു. ആ ജടായുവിൻ്റെ ജ്യേഷ്ഠനാണ് സമ്പാദിയുടെ ചിറകൊക്കെ കഴിഞ്ഞിരിക്കാം. ചിറക് മുളയ്ക്കണമെങ്കിൽ ശ്രീരാമ വർത്തമാനം വേണം. അപ്പോൾ അങ്ങനെ ഇവർ സംസാരിക്കുമ്പോഴാണ് സമ്പാദിക്ക് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ സമ്പാദിക്ക് ചിറകൊക്കെ മുളയ്ക്കാൻ സമ്പാദി ചാടിപ്പോയിട്ടാണ്, പറന്നു പോയിട്ടാണ് സീതാദേവി അശോകവനത്തിലെ ശിംശഭാവിഷത്തിൻ്റെ ചോട്ടിലിരുന്ന് അങ്ങനെ അറിഞ്ഞ കാര്യം അവിടെ എത്തണമെങ്കിൽ ഈ സമുദ്രം ചാടിയാലേ പറ്റുള്ളൂ. ഈ സമുദ്രം ചാടണമെങ്കിൽ ആർക്കും പറ്റില്ല. അപ്പോൾ എല്ലാവരും ഈ മൂഢത പ്രാപിച്ചിരിക്കുകയാണ് ആഞ്ജനേയൻ പോലും. അപ്പോഴാണ് ഈ ജാമ്പവാനാണ് ഈ ഹനുമാന്റെ എല്ലാ ശക്തികളും വീണ്ടും വീണ്ടും പറഞ്ഞ് ഹനുമാൻ അബ്ധിമതരത് ദുഷ്കരം കിം മഹാത്മനാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ അബ്ധിയെ ചാടിക്കടക്കാൻ ഈ ഹനുമാനെ പ്രാപ്തനാക്കിയത് ജാമ്പവാനാണ്. ആ ജാമ്പവാൻ അവിടെ മറിഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. തിരശ്ശീലയ്ക്ക് പിന്നിലാണ് ജാമ്പവാൻ്റെ. പക്ഷെ ജാമ്പവാനാണ് ഈ പ്രേരിപ്പിക്കുന്നത്. അത് ജാമ്പവാൻ ഇല്ലെങ്കിൽ ഹനുമാന് ചാടാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ നമുക്കറിയാം. പക്ഷെ എല്ലാവരെയും പോലും വിസ്താര ഭയം കൊണ്ടായിരിക്കാം കവി ചിലപ്പോൾ ഇതൊക്കെ പ്രത്യേകമായിട്ട് പറയാത്തത്. പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ ഇവരൊക്കെ അപ്രസിദ്ധി ഇപ്പം നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ഇവരൊന്നും പ്രസിദ്ധിയില്ലാത്തവരല്ല. പക്ഷേ ഇവരെ അവിടെ എന്നൊരു ഉപയോഗിച്ചിട്ട് പ്രസിദ്ധം ആക്കിയിട്ടില്ല. പക്ഷെ ഇവരൊക്കെ എന്താണ്, ഇവരെ പ്രഗത്ഭരാണില്ല എന്ന് പറയുന്നില്ല, ഇവരൊക്കെ പ്രഗത്ഭമതികളാണ്. അപ്പം ഇവരുടെ ശക്തി ഇല്ലായിരുന്നെങ്കിൽ ഈ ഹനുമാന് പോയിട്ട് മൃതസഞ്ജീവിനി വരെ കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു. അവർ ഏറ്റവും കേമന്മാരുണ്ട്. ഇത്രയും വലിയ നമുക്കറിയാം, ഇത്രയും വലിയ ഒരു പാലം പടുത നളൻ എന്ന വാനരനുണ്ട്. ഔഷധവീരന് വൈദ്യനായ സുഷേണനുണ്ട്. ഇവരൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ മുഴുവനും ബോധിപ്പിച്ച് പ്രാപ്തനാക്കുന്നത് ജാമ്പവാനാണ്. അങ്ങനെ ശക്തിയുള്ളവനാണല്ലോ, മറന്നുപോയി അവിടെ എത്തുമ്പോൾ ഇതൊക്കെ ഓരോന്നിങ്ങനെ കണ്ടുപിടിക്കാൻ ശല്യകരണി ഇങ്ങനെ ഓരോന്ന് മാറ്റാനുള്ളത്. അപ്പം അത് എല്ലാം കൂടി ആകെ തിരക്ക് വന്നപ്പോൾ ഹനുമാൻ എന്താ ചെയ്ത് ആ മല തന്നെ പൊക്കിക്കൊണ്ടിരാ ചെയ്തത്. അപ്പോൾ അതാണ് അത്രയും ഹനുമാനെ പ്രാപ്തനാക്കിയത്. കാരണം എല്ലാവരും മോഹാത്സ്യപ്പെട്ട് കിടക്കുകയാണ്.
മോഹാത്സ്യപ്പെട്ട് കിടക്കണ രാമലക്ഷ്മണന്മാരൊക്കെ മോഹാത്സ്യപ്പെട്ട് കിടക്കുക. അവരെയൊക്കെ പുനർജീവിപ്പിക്കാൻ ഹനുമാന് കഴിഞ്ഞത് ഈ ജാമ്പവാന്റെ സമയോചിതമായ ഇടപെടലുകളാണ്. അപ്പൊ അതുകൊണ്ട് സമുദ്രം അപ്പൊ അങ്ങനെയുള്ള ജാമ്പവാൻ നമുക്ക് ഒരു പ്രഗത്ഭനാണെങ്കിലും ഇവിടെ രാമായണത്തിൽ അത്ര വലിയ പ്രസിദ്ധിയെ എടുത്തെടുത്ത് പറയുന്നില്ല. അതുകൊണ്ട് അദ്ദേഹവും അതെ നമുക്ക് ആ ജാമ്പവാനെ പറ്റിയിട്ട്, ജാമ്പവാൻ അത് യുദ്ധം കഴിഞ്ഞപ്പോൾ ജാമ്പവാൻ പറയുന്നുണ്ട്, ശ്രീരാമസ്വാമിയോട് ഒരിക്കൽ പറയുന്നുണ്ട്, എനിക്ക് അങ്ങുമായിട്ടൊരു യുദ്ധം ചെയ്താൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. ഇത്രയും പ്രായമായിട്ടോ? പ്രായപ്പോൾ ഞാനൊക്കെ നല്ല പ്രായമായ ഒരാളാണ്. ഇത്രയും പ്രായമായിട്ട്, കാരണം കൃതയുഗത്തിലും ത്രേതായുഗത്തിലും ജീവിക്കുന്നവനാണ് ഇദ്ദേഹം. അപ്പോൾ പറയണം, ഒരു കാര്യം ചെയ്തോളൂ, ഏതായാലും അങ്ങ് ചിരഞ്ജീവിയാണല്ലോ, ഞാൻ അടുത്ത തവണ, അതായത് ദ്വാപരയുഗത്തിലെ ഞാൻ കൃഷ്ണനായിട്ട് അവതരിക്കുമ്പോൾ അങ്ങക്ക് ഒരു അവസരം തരാം. അങ്ങനെ ഒരു അവസരം കൊടുക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഈ പ്രസേനജിത്ത് എന്ന് പറയുന്നത്, അതൊക്കെ കഥയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സെവന്തകരത്നം ഈ ജാമ്പവാന്റെ മകളുടെ കയ്യിലായിരുന്നു. അതെടുത്ത് ജാമ്പവാനായിട്ട് യുദ്ധം ചെയ്ത് ജാമ്പവാനെ തോൽപ്പിച്ച ശേഷമാണ് ആ രത്നം വീണ്ടും കിട്ടിയത്. ശ്രീകൃഷ്ണനൊരു അപവാദമൊക്കെ ഉണ്ടായി അതിൻ്റെ ഇടയിൽ. അപ്പോൾ അതൊക്കെ നിർത്താനായിട്ട് അങ്ങനെ ജാമ്പവതിയെ വിവാഹം കഴിച്ചു കൊടുക്കല്. ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും 8 പത്നിമാരെ ഏറ്റവും കേമരാണ്. അതിലൊന്നാണ് ജാമ്പവപുത്രിയായ ജാമ്പവതി. അപ്പോൾ അത്രയും ശ്രേഷ്ഠന്മാരുണ്ട്. എന്നിട്ടും അവരൊക്കെ പ്രഗത്ഭരാണെങ്കിലും നമ്മളിവിടെ എടുത്തു പറയാനായിട്ട് പ്രസിദ്ധി അത്രയും ഇല്ലാത്തവരാണ്. ഇനി നമുക്ക് പറയാൻ പോകുന്നു, ഇപ്പോൾ നമ്മൾ കിഷ്കിന്ധയും കഴിഞ്ഞു, അയോധ്യയും കഴിഞ്ഞു, ഇനി നമ്മൾക്ക് ലങ്കയിലാണ്. ലങ്കയിൽ നിങ്ങൾ അധികം ഒന്നും കേൾക്കാത്തൊരു കഥാപാത്രമാണ്. ലങ്കയിൽ രാവണൻ വലിയ കേമനാണ്, രാവണൻ ചെറിയൊരു ശ്രീജിതനാണെന്നൊക്കെ അറിയാം. പക്ഷെ രാവണൻ്റെ പ്രസിദ്ധനായിരിക്കുന്ന കേമനായിരിക്കുന്ന രാവണൻ്റെ മണ്ഡോദരി പത്നി വളരെ ശ്രേഷ്ഠയാണ്. ആ മണ്ഡോദരിയുടെ മൂത്ത മകനാണ്, ഏറ്റവും നല്ല പുത്രനാണ് മേഘനാഥൻ. ഈ മേഘനാഥന് രാവണൻ്റെ സ്വഭാവങ്ങളൊന്നുമില്ല, പക്ഷെ ഭയങ്കര മിടുക്കനാണ്. അദ്ദേഹം എന്താ അറിയോ, അദ്ദേഹം യുദ്ധത്തിൽ ഇന്ദ്രനെ ജയിച്ച് ഇന്ദ്രനെ വലിയ കെട്ടുമൊക്കെ ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്ദ്രജിത്ത് എന്നുള്ള പേര് ലഭിച്ചു. അദ്ദേഹം ഏറ്റവും നല്ല, വളരെ നല്ല സദ്ഗുണങ്ങൾ ധാരാളമുണ്ട്. പക്ഷെ നമുക്കറിയാം അസുരന്മാരിലും രാക്ഷസന്മാരിലൊക്കെ ദേവന്മാരൊക്കെ കേമന്മാരാണ്, എല്ലാം നല്ലവരാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ദ്രനൊക്കെ വളരെ മോശം തന്നെയായിരുന്നു. സ്വഭാവ ഗുണത്തിലെ ഇന്ദ്രൻ വളരെ മോശം തന്നെയായിരുന്നു. പക്ഷേ ആ ഇന്ദ്രനെ പോലെയല്ല ഈ അസുരന്മാരിൽ നമുക്കറിയാം മഹാബലി എത്രയോ ശ്രേഷ്ഠനാണ്. മഹാബലി അദ്ദേഹത്തിൻ്റെ മുത്തശ്ശനായ പ്രഹ്ലാദൻ എത്രയോ ഭക്തനാണ്. ഇനി പ്രഹ്ലാദൻ്റെ അമ്മയായ കയാധു, മഹാബലിയുടെ ഭാര്യയായ വിന്ധ്യാവലി, ഇവരൊക്കെ ശ്രേഷ്ഠകളാണ്. അപ്പം ഞാൻ പറയാണ്, അങ്ങനെ അസുരന്മാരെ രാക്ഷസന്മാരെ അങ്ങനെ തള്ളി പറയാൻ പാടില്ല. അവരിലൊക്കെ നന്മയുള്ളവരുണ്ട്. അങ്ങനെ ഒരു നന്മയുള്ളവനാണ് ഈ മേഘനാഥൻ, ഈ ഇന്ദ്രജിത്ത് വിവാഹം കഴിച്ചത് അതിസുന്ദരിയായ ഒരു സ്ത്രീയാണ്. അവരാരാണ്? ആദിശേഷൻ്റെ, നാഗരാജാവായ ആദിശേഷൻ്റെ അനന്തൻ്റെ മകളായ സുലോചനയാണ്. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ പോരാ, ഭൂമിയിൽ ഇത്രയും സൗന്ദര്യമുള്ള ഒരു യുവതി ഉണ്ടോ എന്ന് നമുക്ക് എല്ലാവരോടും, എല്ലാ സൗന്ദര്യമുള്ളവരോടും കിടപിടിക്കത്തക്കണം. അങ്ങനെ രണ്ടുപേരും പരസ്പരം ആകൃഷ്ടരായിട്ട് വിവാഹം കഴിച്ചവരാണ്. ഇന്ദ്രജിത്ത് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. സൗമിത്രിയാൽ ഇന്ദ്രജിത്ത് വധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അത്ര അധികം വിഷമായി രാവണൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയും ഇന്ദ്രജിത്തായിരുന്നു. ഇന്ദ്രജിത്ത് വധിക്കപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ രാവണൻ്റെ വലതുഭാഗം തളർന്നതുപോലെയായി. ഇനി ആകെ മാത്രം പ്രതീക്ഷ ആര്യ? കുംഭകർണനെ മാത്രമാണ്. അപ്പോൾ ഇന്ദ്രജിത്ത് വധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ രാവണൻ വല്ലാണ്ട് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഇന്ദ്രജിത്തിൻ്റെ ഭാര്യയായ സുലോചന അങ്ങോട്ട് ഓടി വരികയാണ്. മാറത്തടിച്ച് കരഞ്ഞുകൊണ്ടാണ് ഓടി വരുന്നത്. അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇന്ദ്രജിത്ത് കൊല്ലപ്പെട്ടു എന്നുള്ളത് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും വലിയ ശ്രേഷ്ഠനാണ്, ഇത്രയും വലിയ മിടുക്കനാണ്.
എല്ലാ ഇന്ദ്രനെ വരെ ഇത്രയും വീര പരാക്രമിയായിരിക്കുന്ന അദ്ദേഹം പരാജയപ്പെട്ടു. അത് മാത്രമല്ല, അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അവളുടെ കയ്യിലൊരു ലിഖിതമുണ്ട്. ആ ലിഖിതവും കൊണ്ട് ഒരു കത്തുണ്ട്. അതും കൊണ്ടാണ് അവൾ വരുന്നത്. ഒരു പത്രത്തിൽ എഴുതിയ കത്തോ മറ്റെയാണ്, ഒരു പർണത്തിലോ മറ്റേ എഴുതിയൊരു, അതും പിടിച്ചാണ് വരുന്നത്. അപ്പോൾ പറയാ, എനിക്ക് എൻ്റെ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞാൽ വധിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കില്ല. അപ്പോൾ രാവണൻ ചോദിക്കും, നീ എന്താ ഈ മനുഷ്യ സ്ത്രീകളെ പോലെ ഇങ്ങനെ മാറത്തടിച്ച് രാക്ഷസ സ്ത്രീകൾ ചെയ്യരുത്. രാക്ഷസ സ്ത്രീകൾ പരാക്രമികളുടെ ഭാര്യമാരാണ് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ മാറത്തടിച്ച് കരയുകയോ, ഇത് മോശമാണ്. ആ രാക്ഷസ വംശത്തിന് തന്നെ മോശമാണ്. അതുകൊണ്ട് നീ ചെയ്യേണ്ടത് എന്താ? നിന്റെ ഭർത്താവ് വധിക്കപ്പെട്ടു, ഞാൻ അതിലേറെ ദുഃഖിച്ചിരിക്കുന്ന എൻ്റെ മൂത്ത പുത്രനാണ്. അവൻ്റെ മരണത്തിന് ഏറ്റവും അധികം ദുഃഖം അനുഭവിച്ചിരിക്കുന്ന എന്നോട് നീ ഇങ്ങനെയൊന്നും പറയരുത്. നീ ഒരു കാര്യം ചെയ്യും, നീ ചെയ്യേണ്ടത്, നിന്റെ കരണീയം എന്താണ്? കഠോര കരണീയമാണ് നിൻ്റേത്. എന്താണ്? നീ ഉടനെ സതി അനുഷ്ഠിക്കാൻ വേണ്ടത്. അപ്പോൾ സുലോചന പറയാണ്, പിതാവേ, ഞാൻ അങ്ങയോടുള്ള ബഹുമാനം ഇല്ലാത്തതുകൊണ്ട് പറയല്ല, അങ്ങയോടുള്ള എല്ലാ ബഹുമാനവും വെച്ചിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ദയവ് ചെയ്ത് അങ്ങ് എൻ്റെ വാക്കുകൾ കേൾക്കണം. ഞാൻ സതി അനുഷ്ഠിക്കാൻ തയ്യാറാണ്. പക്ഷെ ഒരൊറ്റ നിബന്ധന എനിക്കുണ്ട്. എൻ്റെ ഭർത്തൃമുഖം എനിക്ക് കാണണം. എൻ്റെ ഭർത്താവിൻ്റെ ശിരസ് കണ്ട ശേഷം മാത്രമേ ഞാൻ സതി അനുഷ്ഠിക്കുള്ളൂ. അപ്പം അങ്ങ് എനിക്ക് വേണ്ടി ശ്രീരാമനോട് അദ്ദേഹത്തിൻ്റെ ശിരസ് ഒന്ന് ചോദിച്ച് വാങ്ങണം. ഇതങ്ങോട്ട് കേട്ടപ്പോൾ രാവണന് അതുവരെ ഇല്ലാത്ത ദേഷ്യമൊക്കെ വരികയാണ്. ദേഷ്യം വന്ന് സുലോചനയെ ഭത്സിക്കുക ചെയ്യുന്നത്. വളരെ മോശമായ രീതിയിൽ സുലോചനയോട് പെരുമാറാണ് അദ്ദേഹം. എന്താ ചെയ്യുന്നത്? എൻ്റെ സഹോദരിയായ ശൂർപ്പണഖിയെ വികൃതരൂപിയാക്കി വിട്ട അവൻ്റെ ഏട്ടനോട് ഞാൻ പോയി എൻ്റെ മകൻ്റെ ശിരസ് യാചിക്കണമെന്നോ? നടക്കാത്ത കാര്യം നീ പറയരുത്. നടക്കില്ല, ഞാൻ ചെയ്യില്ല. നീ എന്നെ കൊണ്ട് അപവാദം. ഞാൻ നിന്നെ അയച്ച് പെണ്ണുങ്ങളെ പഠനനിലയത്തിൽ അടയ്ക്കുക, നടക്കില്ല. അതൊന്നും ഞാൻ ചെയ്യാൻ സമ്മതിക്കില്ല, ഞാൻ തരൂല്ല, ഞാൻ അതിനു വേണ്ടി ചോദിക്കില്ല. നീ അതിന് ശ്രമിക്കേ വേണ്ട. നീ പോയി ചെയ്യേണ്ടത്, നിനക്ക് കരണീയമായിട്ടുള്ളത്, നീ എൻ്റെ പുത്രന്, വധിക്കപ്പെട്ട എൻ്റെ പുത്രന് നീ സതി അനുഷ്ഠിക്കുകയാണ് വേണ്ടത്. അപ്പം പിന്നെയും മൂപ്പര് പറയും, ഞാൻ സതി അനുഷ്ഠിക്കാൻ തയ്യാറാണ്, പക്ഷെ ഭർത്തൃശിരസ് കാണാണ്ട് ഞാൻ ചെയ്യില്ല. അപ്പോൾ പിന്നെ സുലോചനയ്ക്ക് മനസ്സിലായി, എത്ര പറഞ്ഞാലും രാവണൻ അതിനു വേണ്ടി തയ്യാറാവില്ല. പക്ഷെ രാവണൻ ഒരു കാര്യം, രാവണൻ പറ്റില്ല, പോകരുത് എന്നൊക്കെ പറഞ്ഞാലും സുലോചന പോകും. രാമൻ്റെ പഠനനിലയത്തിലേക്ക് സുലോചന പോകുമെന്ന് ചിന്തിക്കാൻ പോലും രാവണന് സാധിച്ചില്ല. രാവണൻ എത്ര വേണ്ട എന്ന് പറഞ്ഞിട്ടും ദൃഢചിത്തയായ സുലോചന എന്താ ചെയ്യുന്നത്? നേരെ അങ്ങോട്ട് ശ്രീരാമൻ്റെ പഠനനിലയത്തിലേക്ക് അങ്ങോട്ട് ചെല്ലും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിസുന്ദരിയാണ്, വളരെ എല്ലാവരാൽ ആകർഷിക്കുന്ന ഒരു എന്താ പറയുക, സൗന്ദര്യാതിശയാണ് സുലോചനയുടെ. അപ്പോൾ സർപ്പസുന്ദരി എന്നൊക്കെ നമ്മൾ പറയില്ലേ, സർപ്പരാജാവിൻ്റെ മകളാണേ. കാരണം രണ്ടുപേരും പ്രണയായധ്രയായിട്ട് വിവാഹം കഴിച്ചവരാണ്. അപ്പോൾ രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും, ഇന്ദ്രജിത്തിന് സുലോചനയോടും സുലോചനയ്ക്ക് ഇന്ദ്രജിത്തിനോടുമുള്ള സ്നേഹവും ബഹുമാനവും എല്ലാം അത്രയും വലിയ സതി സുലോചന എന്ന പേര് തന്നെ. അപ്പം അത്രയും ആർദ്രമായ ചിത്തത്തോടു കൂടിയവളാണ് സുലോചന. അങ്ങോട്ട് നേരെ പഠനനിലയത്തേക്ക് ചെല്ലുമ്പോൾ വാനരന്മാർ ഞെട്ടിപ്പോവാണ്. എന്താ കാരണം? സീതാദേവിയെ അവരാരും കണ്ടിട്ടില്ല. അപ്പോൾ തൻ്റെ മകനായ ഇന്ദ്രജിത്ത് വധിക്കപ്പെട്ടു, ഇനി യുദ്ധം വേണ്ട എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ സീതാദേവി അതിസുന്ദരിയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ സീതാദേവിയെ അയച്ചേക്കുകയാണോ, സീതാദേവിയെ വിട്ടയച്ചോ ശ്രീരാമൻ എന്ന ഒരു അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്. അപ്പോഴാണ് സീതാദേവിയെ കണ്ടത് ആരും മാത്രമേ ഉള്ളൂ, ആഞ്ജനേയം മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആഞ്ജനേയം വേഗം വരികയാണ്. അപ്പോൾ പറയും, എന്താ വേണ്ടത് പറയൂ, ഞങ്ങളോട് പറയൂ. എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല, എനിക്ക് നിങ്ങളെ അല്ല കാണേണ്ടത്, എനിക്ക്
നിങ്ങളുടെ നായകനെയാണ് കാണേണ്ടത്. എനിക്ക് ശ്രീരാമസ്വാമിയെയാണ് കാണേണ്ടത്. കാരണം ഒരു രാമഭക്തയാണ് ഈ സുലോചന. എനിക്ക് ശ്രീരാമനെ തന്നെ കാണണം, വേറെ ആരെയും കാണണ്ട, നിങ്ങളെ ഒന്നും അല്ല എനിക്ക് കാണേണ്ടത്, എനിക്ക് ശ്രീരാമൻ. അപ്പോൾ വേഗം ശ്രീരാമൻ വരികയാണ്, ചോദിക്കുകയാണ്. ശ്രീരാമന് മനസ്സിലായി സുലോചന വളരെ വലിയ ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താ, വളരെ ബഹുമാനത്തോടു കൂടിയാണ് സീതാദേവിയോ അല്ല ശ്രീരാമൻ സംസാരിക്കുന്നത്. അല്ലയോ ഭവതി പറയൂ, എന്താണ് ഭവതിയുടെ ആവശ്യം? അപ്പോൾ പറയൂ, എൻ്റെ ഭർത്താവ് രാമപാദം പ്രാപിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കത്ത് അയച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും പറയണു അദ്ദേഹത്തിനെ ലക്ഷ്മണൻ വധിച്ചു എന്ന്. അങ്ങനെയാണെങ്കിൽ വധിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ ശിരസ് എനിക്ക് കാണണം. ശിരസ് കണ്ടാലേ എനിക്കത് മനസ്സിലാവുള്ളൂ, ഞാൻ വിശ്വസിക്കുള്ളൂ. അപ്പോൾ ഇവരെല്ലാവരും രാമൻ പറയും എന്നാ ശിരസ് എടുക്കും. അപ്പോൾ അങ്ങനെ ഹനുമാൻ വന്നിട്ട് എല്ലാവരും കൂടി ആ ശിരസ് കൊണ്ട് അവിടെ വയ്ക്കും. അപ്പോൾ ശിരസ് ഇങ്ങനെ സ്പർശിക്കാനായിട്ട് ഇങ്ങനെ കുനിയുമ്പോൾ വാനരന്മാർ തടയും. പറ്റില്ല, സ്പർശിക്കാനൊന്നും പറ്റില്ല. അവരൊക്കെ അപ്പോൾ ശ്രീരാമൻ അവരെയൊക്കെ നിയന്ത്രിക്കും. അപ്പോൾ ആ ശിരസ് അവിടെ ഇങ്ങനെ നിൽക്കുന്ന ശിരസിനോട് നമുക്ക് അത് ആ ഒരു സീൻ നമ്മൾ ആലോചിച്ചാൽ നമുക്ക് വല്ലാത്ത വിഷമം വരികയാണ്. എന്താ കാരണം അറിയോ? ആ ശിരസ് നോക്കിയിട്ട് ഇങ്ങനെ പ്രലപിക്കുകയാണ് ഈ സുലോചന. അല്ലയോ എൻ്റെ പ്രിയപ്പെട്ടവനെ, എന്തായി കാണുന്നത്? അങ്ങ് എങ്ങനെ വധിക്കപ്പെട്ടത്? അങ്ങ് വധിക്കപ്പെടാൻ അർഹനല്ലല്ലോ. ഇത്രയും ശ്രേഷ്ഠനായ അങ്ങ് വധിക്കപ്പെട്ടിട്ട് നോക്കൂ, എന്നയുടെ അങ്ങയുടെ ശിരസ് കാണാനായിട്ട് അങ്ങ് ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞേ മതിയാവൂ. അങ്ങാണോ ഈ കത്തയച്ചത്? അങ്ങാണോ എനിക്ക് ഈ ലിഖിതം അയച്ചത്? ഞാൻ പറഞ്ഞിട്ട് ഇവർ വിശ്വസിക്കുന്നില്ല, ഇവരെന്നെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങ് പറയണം എന്ന് പറഞ്ഞിട്ടും ഈ ശിരസ് ഒരു ചലനവും ആ ശിരസിനില്ല. പിന്നെയും അവരുടെ മുമ്പിൽ ഇങ്ങനെ വാനരന്മാരുടെ മുമ്പിൽ വെച്ച് അലമുറയിട്ട് കരയാണ് ഈ സുലോചന. എന്നിട്ട് സുലോചന ഈ രാവണി വേട്ട പെൺകുട്ടി ഇങ്ങനെ വാനരന്മാരുടെ മുമ്പിൽ നിന്ന് ഇടതടവില്ലാതെ ഇങ്ങനെ കരയുന്നത് കാണുന്നത് അങ്ങയ്ക്ക് ഭൂഷണമാണോ? അങ്ങ് വലിയ പ്രതാപിയായ യുവരാജാവല്ലേ, ലങ്കയിലെ യുവരാജാവായ അങ്ങ് എന്താ ഈ അങ്ങയുടെ പത്നി ഈ വാനരന്മാരുടെ, നിസ്സാരന്മാരായ ഈ വാനരന്മാരുടെ മുമ്പിൽ നിന്ന് അലമുറയിട്ട് കരയണത്? അത് അവരെന്നെ കളിയാക്കുന്നത് അങ്ങ് കാണുന്നില്ലേ? അങ്ങയ്ക്ക് ലജ്ജ തോന്നുന്നില്ലേ? ഞാൻ ലജ്ജിക്കപ്പെടുന്നത് അങ്ങയ്ക്ക് സഹിക്കാൻ പറ്റുമോ? അങ്ങ് അത് ആലോചിച്ച് നോക്കൂ. ഞാൻ അങ്ങയുടെ ആരായിരുന്നു? ഞാൻ അങ്ങയോട് എന്തെങ്കിലും ഒരു തെറ്റ്, ഒരു ചെറിയ തെറ്റ് പോലും എന്നിൽ നിന്ന് അങ്ങക്ക് ഉണ്ടായിട്ടില്ലല്ലോ. അങ്ങ് എന്നോടും തെറ്റ് ചെയ്തിട്ടില്ല. എന്നിട്ട് അങ്ങ് വധിക്കപ്പെട്ടു എന്നറിഞ്ഞിട്ട് ഓടി വന്ന അങ്ങയുടെ ശിരസ് അങ്ങ് പറയണം എന്നോട്, ഈ ലിഖിതം അങ്ങ് തന്നെയാണ് എഴുതിയതെന്ന് പറയണം. അങ്ങ് പറയണം എനിക്ക്, അങ്ങ് വധിക്കപ്പെട്ടു എന്നും അങ്ങയുടെ അങ്ങാണ് ഈ ലിഖിതം എഴുതിയതെന്നും എന്നോട് പറയണം. അല്ലാണ്ട് ഞാൻ ഇവിടുന്ന് പോവില്ല. ഇവരെന്നെ കളിയാക്കണ കണ്ടില്ലേ? അങ്ങക്ക് ലജ്ജ തോന്നുന്നില്ലേ? കുറേ വാനരന്മാർ ചുറ്റും നിന്ന് അങ്ങയുടെ പത്നിയെ അവമാനിക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുന്നില്ലേ അങ്ങക്ക് എന്ന് പറഞ്ഞ് എന്നെ കരയുമ്പോഴാണ് പെട്ടെന്ന് ഇടിവെട്ട് പോലത്തൊരു ശബ്ദം, ആ ശിരസിൽ നിന്നുണ്ടാകുന്നത്. ശിരസ് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ആ ശിരസ് സംസാരിക്കുകയാണ്. അല്ലയോ പാവനശീലേ, അല്ലയോ എൻ്റെ പ്രിയപ്പെട്ടവളെ, നീ പറയുന്നതൊക്കെ ശരിയാണ്. നീ പറയുന്നത് എല്ലാം ശരിയാണ്. കാരണം ആ ലിഖിതം ഞാൻ തന്നെയാണ് എഴുതിയത്. ആ ശിരസ് ഉറക്കെ ഗർജിച്ചോണ്ടാ പറയണത്. മേഘനാഥനാണല്ലോ, ഗർജിച്ചോണ്ടാ പറയണത്. ആ ലിഖിതം ഞാൻ തന്നെയാണ് എഴുതിയത്. പ്രിയപ്പെട്ടവളെ, നിനക്ക് ധൈര്യമായിരിക്കാം. നീ ഇനി സതി അനുഷ്ഠിക്കാം. നീ പാവനശീലയാണ്, നീ പരിശുദ്ധയാണ്, നീ പതിവ്രതയാണ്, നീ എന്നോട് ഏറ്റവും ഇഷ്ടപ്പെട്ടവളാണ്, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവളാണ് നീ. അതുകൊണ്ട് നിനക്ക് ഞാൻ എല്ലാ യാത്രാമംഗങ്ങളും നൽകുക. അങ്ങനെ പിന്നെ ഒരു അക്ഷരം മിണ്ടാതെ അവിടുന്ന് ആരോടും. അപ്പോൾ ഇവർക്കൊക്കെ തെറ്റി എത്തിപ്പോയി എല്ലാവരും.
ഈ ഇന്ദ്രജിത്തിന്റെ ശിരസ് ഇങ്ങനെ ഉറക്കെ ശബ്ദിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ശ്രീരാമസ്വാമി അടക്കം ഞെട്ടിപ്പോയി. അപ്പോൾ അവരൊക്കെ മാപ്പിരക്കാൻ തോന്നുന്നു. അതൊന്നും ശ്രദ്ധിക്കാതെ വേഗം പോയി സുലോചന അവിടുന്ന് പോയിട്ട് പിന്നെ ചെയ്തത് എന്താ? അമൃത സരസിലേക്ക് ഇറങ്ങുന്ന പോലെയാണ് കവി പറയുന്നുണ്ട്. അമൃത ശിരസിലേക്ക് ഇറങ്ങുന്നത് പോലെയാണ് സുലോചന അഗ്നി സ്നാനം ചെയ്തത്. അങ്ങനെ സദ്യ അനുഷ്ഠിക്കുക ചെയ്ത്. അപ്പോൾ ആഞ്ജനേയ സ്വാമി ചോദിക്കുന്നുണ്ട്, അല്ലയോ ഭഗവാനെ, ഈ ദിവ്യനാരി ആരാണ്? ഇത്രയും ശ്രേഷ്ഠയാവ, ഇത്രയും പതിവ്രത, ഈ സതി സുലോചന, ഇവര് ഇത്രയും വലിയ ദിവ്യനാരി ഇവരാരാണ്? അപ്പോൾ ശ്രീരാമ വളരെ സങ്കടത്തോടു കൂടി പറയുകയാണ്, ഇത് ആദിശേഷൻ്റെ മകളായ, സർപ്പരാജാവായ ആദിശേഷൻ്റെ മകളായ സുലോചനയാണ്. ആദിശേഷൻ്റെ അവതാരമാണല്ലോ നമ്മുടെ സൗമിത്രി. അതാണ് സൗമിത്രി ഇതാ മാറി നിന്ന് സങ്കടപ്പെടുന്നത്. തൻ്റെ മകളെ താൻ തന്നെ വിധവയാക്കിയല്ലോ എന്നുള്ള ദുഃഖത്തിൽ കരയുന്ന സൗമിത്രി. അപ്പം സൗമിത്രിയെ എന്നിട്ട് ശ്രീരാമസ്വാമി അവരെ സമാധാനിപ്പിക്കുന്നതായിട്ട് ആ കഥയിൽ പറയുന്നത്. ഇത് ആനന്ദരാമായണം എന്ന കഥയിലാണ് ഇതുള്ളത്. അപ്പം രാമായണത്തിൽ, അതാ ഞാൻ പറഞ്ഞ, രാമായണത്തിൽ ധാരാളം പേരുണ്ട്. ഇനിയും അങ്കദനുണ്ട്, ധാരാളം പേരുണ്ട്. വളരെ ബാലി തൻ്റെ അച്ഛനെ വധിച്ച, വ്യാജമായിട്ട് മറഞ്ഞു നിന്നുകൊണ്ട് തൻ്റെ അതിപ്രതാപശാലിയായ അച്ഛനെ വധിച്ച ഭാര്യയെ വധിച്ച ആ ശ്രീരാമൻ്റെ ഒപ്പം നിൽക്കുന്ന അങ്കദൻ. കാരണം എന്തുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ സംഭവിച്ചത് എന്ന് നല്ല പോലെ അറിയുന്നവനാണ് ആ മകൻ. അങ്ങനെ ധാരാളം പേര്. കഥാപാത്രങ്ങളെ പറയുകയാണെങ്കിൽ ഒന്നൊന്നുമല്ല. പക്ഷേ വിസ്താരഭയം കൊണ്ട് വാൽമീകി മഹർഷി അതൊക്കെ അധികം വിസ്തരിക്കാതെ വിട്ടതുകൊണ്ട് ഇവിടെ സമയം അവസാനിക്കാറായതുകൊണ്ട് ഞാനും കൂടുതൽ ആൾക്കാരുടെ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്കറിയാം, രാമായണത്തിൻ്റെ പ്രസിദ്ധമായിരിക്കുന്ന ഈ വലിയ പ്രസിദ്ധിക്ക് ഇവരൊക്കെ പലതരത്തിലും ഈ സഹായം ചെയ്തിട്ടുണ്ട്. ഇവരെങ്ങനെയാണ് മറഞ്ഞു നിന്നിട്ടാണ്. തിരശ്ശീലയ്ക്ക് പിന്നിൽ പല കാര്യങ്ങളിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ. തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ടാണ് ഇവരൊക്കെ രാമായണത്തിൻ്റെ പ്രേരക ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നത്. ധാരാളം നല്ല കാര്യങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ കുറച്ച് പേരുടെ കാര്യം മാത്രം, ധാരാളം എടുത്തു പറയാനാണെങ്കിൽ ധാരാളം പേരുണ്ട് നമുക്ക്. മണ്ഡോദരിയെ പറ്റി പറയുകയാണെങ്കിൽ പഞ്ചകന്യകളിൽ ഒന്നാണ് മണ്ഡോദരി. അഹല്യാ, ദ്രൗപദി, താര. മണ്ഡോദരി ഈ രാവണന്റെ പത്നിയായ മണ്ഡോദരി ഏറ്റവും അതിഭക്തയിലെ ഏറ്റവും, പക്ഷെ നിവൃത്തിയില്ല. രാവണന്റെ സ്വഭാവത്തിനെ നിയന്ത്രിക്കാൻ സാധിക്കാതെ ദുഃഖിതയായ ഏറ്റവും വലിയ മയൻ എന്ന വലിയ ഏറ്റവും കേമനായ അസുരന്റെ അതിസുന്ദരിയായ മകളാണ് മണ്ഡോദരി. പക്ഷേ എന്താ പറ്റാണ്? മണ്ഡോദരിയെ രാവണൻ ചോദിച്ചപ്പോൾ താൻ കൊടുത്തില്ലെങ്കിൽ രാവണൻ അപഹരിച്ചോണ്ട് പോകുന്നു മയനറിയാം. അതുകൊണ്ട് സന്തോഷപൂർവ്വം മയൻ മണ്ഡോദരിയെ വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ധാരാളം കഥാപാത്രങ്ങൾ. മണ്ഡോദരി താരയുണ്ട്, ബാലിയുടെ പത്നിയായ താര. ഏറ്റവും ബാലിയോട് പറയുന്നത് ശരിക്കും ചാരചക്ഷുഷുള്ളവളാണ് താര. എന്താ കാരണം? മഹാരാജാവായ കിഷ്കിന്ധ ചക്രവർത്തിയായ ബാലി അറിഞ്ഞില്ല താര ഈ രാമനും ലക്ഷ്മണന്റെ പദം. പക്ഷെ താരയാണ് പറഞ്ഞു കൊടുക്കുന്നത്, അയോധ്യ രാജ്യത്തിലെ രാജകുമാരന്മാര് 2 പേര് കിഷ്കിന്ധ രാജ്യത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ചാരചക്ഷുഷ വളരെ, എല്ലാ സ്ത്രീകളും മോശമല്ല, വാനര സ്ത്രീ ആയിട്ട് പോലും രാവണന് താരോപദേശം വലിയൊരു ഭാഗമാണ് രാമായണത്തിൽ. അങ്ങനെ അതുപോലെ ജടായു, അങ്ങനെ ധാരാളം പേര്. എല്ലാവരെയും പറ്റിയിട്ട് പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ധാരാളം ഇവരൊക്കെ രാമായണത്തിൻ്റെ പ്രസിദ്ധമായ ഒഴുക്കിന് പറ്റിയ ചാലക ശക്തികളാണ്. അതുകൊണ്ട് ഇവരെ പറ്റിയിട്ട് എനിക്ക് തോന്നിയത്, ഇതൊക്കെ എൻ്റെ ഞാൻ പല തരത്തിൽ നിന്നും വായിച്ചും കിട്ടിയത് എൻ്റെ സ്വന്തമായ കണ്ടുപിടുത്തങ്ങളൊന്നുമല്ല.